വരിക്കശ്ശേരി മനയിലെ കുട്ടിക്കൃഷ്ണനല്ലേ? എങ്ങോട്ടാ? മേലേക്കാവിലെ താലപ്പൊലിയല്ലേ അവിടേക്കാ? ആ. കുട്ടിക്കൃഷ്ണന്റെ പാപ്പാൻ അച്ചുവന്നാരായിരുന്നല്ലോ, ആള് മരിച്ചോ? നമ്മള് സുന്ദരേശൻ. അച്യുതൻ നായർ എന്റെ അച്ഛനാ, സുഖമില്ലാതെ കിടപ്പാ. അയ്യോ ക്ഷമിക്കണം കേട്ടോ. ഞങ്ങൾ ഒന്നിച്ച് പലയിടത്തും ഉത്സവത്തിന് കൂടിയിട്ടുണ്ട്. തൃപ്പൂണിത്തറ ദേവസ്വത്തിലെ ശേഖരന്റെ പാപ്പാനായിരുന്നു ഞാൻ. ശേഖരനെ വിറ്റതിന് ശേഷം പിന്നെ ഞാൻ എങ്ങും പോയില്ല. കുട്ടിക്കൃഷ്ണന് ക്ഷീണമൊന്നുമില്ല, ഒന്ന് മിനിങ്ങിട്ടുണ്ട്. നീ ഒന്നും തരാതെ എങ്ങനെയാടാ കള്ള നിന്നെ ഞാൻ വിടുക? ഇതാ വാ. എന്നെ ഓർക്കണ്ട കള്ള നീ? കണ്ട കണ്ട, അവൻ മറന്നിട്ടില്ല. മിടുക്കൻ, കൊച്ചു മിടുക്കനല്ലടാ നീ. എന്നാ ഞാൻ വരട്ടെ. ശരി. ആ പിന്നെ സുന്ദരേശ, അച്ഛനെ ഞാൻ അന്വേഷിച്ചു പറഞ്ഞേക്ക്. ആനാന്ന് പറഞ്ഞ എങ്ങനെ ഇരിക്കണം? എന്താ അവന്റെ ഒരു തലയെടുപ്പ്? ഏയ് മാധവി, എടി മാധവി. മാധവി, കുട്ടിക്കൃഷ്ണൻ പോയത് കണ്ടില്ലേ? ഇല്ല. എന്നിട്ട് അവനെന്താ ഇവിടെ കേറാണ്ട് പോയത്? പഴയതിലും അവനൊന്നും മിനിയിട്ടുണ്ട്. ഓ, അത് പിന്നെ മിനുങ്ങാണ്ടിരിക്കുവോ? മിടുക്കനല്ലേ അവൻ. ഈയിടെ അല്ലേ അവൻ കല്യാണം കഴിച്ചത്? ഈശ്വര, എന്തേ? നീ ആരുടെ കാര്യം പറയണേ? എനിക്ക് അറിഞ്ഞൂടെ കുട്ടിക്കൃഷ്ണനെ? ഇത് നല്ല കൂത്ത്. കല്യാണത്തിന്റെ അന്ന് അവൻ എന്നോട് പറഞ്ഞതാ, ഇന്ന് അവനും പെണ്ണും കൂടി ഇങ്ങോട്ട് വരുംന്ന്. അവര് വരുമ്പോ കാപ്പി കൊടുക്കാനല്ലേ മനുഷ്യ ഞാൻ നിങ്ങളെ കടയിൽ പറഞ്ഞയച്ചത്? എടി മണ്ടി, നിന്റെ അപ്പച്ചിയുടെ മകൻ കുട്ടിക്കൃഷ്ണൻ അല്ല, പിന്നെ വരിക്കശ്ശേരി മനയിലെ കുട്ടിക്കൃഷ്ണന്റെ കാര്യ. ആന. ആന. ഇത്രയും കാലം ആനയുടെ കൂടെ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആന കണ്ട നിങ്ങളുടെ ഇളക്കം മാറിയിട്ടില്ല അല്ലേ? നിന്നേക്കാളും എത്ര സ്നേഹമുള്ള ജന്തുവാണ് ആനയെന്ന് നിനക്കറിയോ? ആനയുടെ മഹത്വം ഒരു ആനക്കാരനെ മനസ്സിലാവൂ. നീ നോക്കിക്കോടി, ഞാനൊരു ആനയെ വാങ്ങും. പിന്നെ കൊറേ നാളായി നിങ്ങൾക്ക് ആനയെ വാങ്ങണം എന്നുള്ള മോഹം തുടങ്ങിയിട്ട്. ആ പെണ്ണിനെ ഇറക്കിവിടാനുള്ള വഴി എന്താച്ചാ നോക്കൂ. അവൾക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, ടൈപ്പൊക്കെ ഒന്ന് പഠിച്ച് പാസ്സാവട്ടെ. ആനയുള്ള വീട്ടിലെ പെണ്ണാവുമ്പോ ഒരാളും വന്ന് മുഖത്ത് നോക്കി സ്ത്രീധനം ചോദിക്കില്ല. ആനയെ കണ്ട് പേടിച്ചിട്ടാവൂല്ലേ? നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പഴം ബിസ്ക്കറ്റ് വാങ്ങിയില്ലേ? വാങ്ങി. എന്നിട്ട് എവിടെ? കുട്ടികൃഷ്ണൻ കൊടുത്തു. കുട്ടികൃഷ്ണൻ കൊടുത്തു. അപ്പച്ചിയുടെ മോൻ കുട്ടികൃഷ്ണൻ വരുമ്പോ ഇനി എന്തെടുത്ത് വെച്ച് കൊടുക്കും? നിന്റെ അപ്പച്ചിയുടെ മകൻ കുട്ടികൃഷ്ണൻ വരുമ്പോ ഇവിടെ ഉള്ളത് എടുത്തു വെച്ച് കൊടുത്താൽ മതി. എന്റെ ഈശ്വര, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. എന്നാ പിന്നെ സഞ്ജയും കൂടെ എന്റെ വായി കുത്തി തരായിരുന്നില്ലേ? അയ്യേ, നിന്നെ പോലെ കൈ കിട്ടുന്നത് മുഴുവൻ ആന വാരി വലിച്ചു തിന്നില്ല. അതിന് ഇഷ്ടപ്പെടുന്ന ചില പ്രത്യേക സാധനങ്ങളുണ്ട്, അതേ തിന്നു. മനസ്സിലായാ? മനസ്സിലായി. ഷോർട്ട് ആൻഡ് കൂടി പാസ്സായാലേ പ്രയോജനമുള്ളൂ മാസ്റ്റർ പറയുന്നത്. ആദ്യം ടൈപ്പിംഗ് ഒന്ന് നേരെ ചൊവ്വേ പഠിച്ചോട്ടെ, പിന്നീടാവട്ടെ ഷോർട്ട് ഹാൻഡും ലോങ് ഹാൻഡും ഒക്കെ. ഈ ബാപ്പ ഒരാള് കാരണമാ എനിക്ക് കോളേജിൽ പോകാൻ പറ്റാത്തത്. എനിക്ക് എന്താ ആശയായിരുന്നോ? കാർത്തിക കൂടെ ഉള്ളതുകൊണ്ടാ ഇപ്പൊ ടൈപ്പിനിങ്ങിന് വിടുന്നത്. ബാപ്പ പറയണേൽ എന്താ തെറ്റ്? നിക്കാഹ് ഇന്നോ നാളെ നടക്കാനിരിക്കുന്ന പെൺകുട്ടികള് അധികം പഠിച്ചിട്ട് എന്താ കാര്യം? ആ കാലമൊക്കെ മാറിപ്പോയി എന്റെ കാർത്തികയെ. ഇപ്പൊ നമ്മുടെ ആൾക്കാരിലും കെട്ടാൻ വരുന്നവർ ആദ്യം ചോദിക്കുന്നത് പെണ്ണ് ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്നാ. ഏതായാലും കാർത്തികേനെ കഴിഞ്ഞിട്ട് മതി എനിക്ക് നിക്കാഹ്. എന്നാലേ മോള് കൊറേ കാത്തിരിക്കേണ്ടി വരും. ഇത് വീട്ടിൽ കൊണ്ട് കൊടുക്ക്. അയ്യപ്പൻ നായർ വീട്ടിലുണ്ടോ മോളെ? ഉണ്ട്. നടന്ന് വിഷമിച്ചു വരെയല്ലേ? വെള്ളം വെള്ളം കുടിക്കണം. ഹേ വേണ്ട. ഒരു സർബത്ത് ഒന്നും വേണ്ട. എന്താ പൊയ്ക്കോളി, വെയിൽ കൊള്ളണ്ടായിട്ടാ. ദീപം ദീപം ദീപം. മാധവി, അമ്മ കുളിക്കാണച്ചാ? ഈ മൂവന്തി നേരത്താ അവള് കുളിക്കാൻ കണ്ടത്. കുളിയും തേവാരം ഒക്കെ കഴിഞ്ഞ് ഇനി എപ്പോഴാണ് അവങ്ങടെ എഴുന്നള്ള? എനിക്ക് 8 മണിക്കുള്ള ബസ്സിന് പോണ്ടതാ. എവിടെയാണച്ചാ? ഇന്ന് മേലേക്കാവിലെ താലപ്പൊലി തുടങ്ങല്ലേ. എല്ലാം തികഞ്ഞ ആനകളാണേ. ഗുരുവായൂർ പത്മനാഭൻ, പാറയമക്കാവ് ദാമോദരൻ, പട്ടാമ്പി നാരായണൻ, ശങ്കരംകുളങ്ങര ഗണപതി, ദേവസ്വം ഗിരീശൻ. അച്ഛൻ താലപ്പൊലി കഴിഞ്ഞു വരുമ്പോ എനിക്കൊരു ക്ലിപ്പ് വാങ്ങിക്കൊണ്ടുവരണം. ക്ലിപ്പോ?
ഗുരുവായൂർ പത്മനാഭനും ശങ്കരൻകുളങ്ങര ഗണപതിയും വന്നാൽ ഏതിനാണാവോ കോലം കയറ്റുക? ഞാൻ പറഞ്ഞത് അച്ഛൻ കേട്ടോ? ഇല്ല, കേട്ടില്ല മോളെ. ഏതിനാടി കോലം കയറ്റുക? അച്ഛാ ക്ലിപ്പ്. ക്ലിപ്പ് പോരാ, സന്ധ്യ നേരത്തല്ലേ ക്ലിപ്പ്. തള്ളയും ശരിയാ, മോളും ശരിയാ. ആവശ്യമുള്ളിടത്ത് വിളിക്കുകയില്ല. അമ്മായി, അമ്മായി, ആ നീ ഇന്ന് ടൈപ്പിന് പോയില്ലയോ? നീ ഒന്ന് കണ്ണടച്ച് നിന്നേ. കണ്ണടച്ച് നിന്നാൽ നിനക്ക് ഞാനൊരു സമ്മാനം തരാം. നീ 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ നീ എന്ന് വിളിക്കരുതെന്ന്. എനിക്ക് അച്ഛനും അമ്മയും ഇട്ട് നല്ലൊരു പേരുണ്ട്, കാർത്തിക. നീ പിണങ്ങുമ്പോഴാണ് കൂടുതൽ ചന്തം. ആ മുഖത്ത് 1000 വർണ്ണങ്ങളുടെ മിന്നലാട്ടമാണ്. എനിക്ക് കേക്കണ്ട ഈ പുളിച്ച പൈങ്കിളി വർത്തമാനമൊക്കെ. കാർത്തികേ, ഒന്നേ വെക്കണം അവിടെ. ഇതൊന്ന് കണ്ടിട്ട് പോ. നിക്കേ, നിനക്ക് വേണ്ടി കൊണ്ടുവന്നാ. എന്താ വാസു, നീ രാവിലെ അവളെ ചുണ്ടി പിടിപ്പിച്ചോ? നിനക്ക് അറിഞ്ഞൂടെ അവളെ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ലെന്ന്? അതൊക്കെ ഒരു രസമല്ലേ അമ്മായി? എനിക്ക് അവളോടുള്ള സ്നേഹ കൂടുതലുണ്ടല്ലേ അങ്ങനെയൊക്കെ വിളിക്കുന്നത്. ഇത് അവൾക്ക് വേണ്ടി വാങ്ങിച്ചതാ. നോക്കട്ടെ. ഓ, അവൾ ഉടുക്കാൻ പറ്റില്ലെന്നേ. പിന്നെ നീ വാങ്ങിയതല്ലേ, അമ്മായി ഉടുക്കാം. അസലായിട്ടുണ്ട് കേട്ടോ. നീ ഇത് എവിടെയായിരുന്നു കേട്ടോ ഇത്രയും ദിവസം? ഓ, ആലപ്പുഴ വഴി കൊല്ലം തിരുവനന്തപുരം ഒന്ന് കറങ്ങി. എങ്ങനെയുണ്ടാ കച്ചവടമൊക്കെ? കൊള്ളാം, സാധനത്തിന്റെ കുറവേ ഉള്ളൂ. അമ്മാവനില്ലേ? നന്നായി. മേലേക്കാവിലെ ഉത്സവം തുടങ്ങിയതല്ലേ, ഇന്നലെ രാത്രി പോയതാ. ഇനി ആറാട്ടം കഴിഞ്ഞ് ആനപ്പിണ്ടോ മാരിയിട്ട് അമ്മാവൻ ഇങ്ങ് വരവുള്ളൂ. അമ്മായി, കുറച്ച് ചൂടുവെള്ളം വേണം. ദേഹം മുഴുവൻ നല്ല വേദന. നന്നായിട്ടൊന്ന് കുളിക്കണം. എന്റെ കുട്ടാ, നിനക്കില്ലാത്ത ചൂടുവെള്ളോ? ആദ്യം അമ്മായി ഇത്തിരി കാപ്പിയിടാ. വരൂ. നീ തീർത്തങ്ങാത്ത് നോക്കി. എന്താ നായരേത്? ഇങ്ങ് വരി. കാലത്ത് തന്നെ എന്തൊക്കെ പിടിച്ച് ഓടിക്കണ്ടല്ലോ. എത്ര ദിവസമായി നായരെ ഒരു ഉത്സവം എന്ന് പറഞ്ഞു പോയിട്ട്? വെളുപ്പിന് 5 മണിക്ക് ആറാട്ട്. എന്തായിരുന്നു കാതറേ, 11 ആനകൾ അങ്ങനെ നിരന്നു നിൽക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാ. വരി, സോപ്പിന്റെ പരസ്യം പോലെയാണ് നിങ്ങളുടെ കാര്യം. ആന എവിടെയുണ്ടോ അവിടെ അയ്യപ്പൻ നായരുണ്ട്. 21 കൊല്ലം ആനയും കൊണ്ട് നടന്നിരുന്നവനാ ഞാൻ. ഇതുപോലെ എത്ര ആനകളെ ആറാട്ടിന് എഴുന്നള്ളിച്ചിരിക്കണു. അതൊക്കെ ഓർക്കുമ്പോൾ ആ മനസ്സിന് വിഷമം കാതറേ. അതിന് നിങ്ങൾക്കൊരു ആനയെ മേടിച്ചൂടെ? അതൊക്കെ നടക്കണ കാര്യാണോ കാതറേ? എന്തേ നടക്കാത്തത്? നിങ്ങളിരിക്കെ. മോളെ സൂറ, എന്താ പാപ്പ? നായർക്കൊരു ചായ കൊണ്ട് കൊടുക്ക്. കാർത്തികയുടെ അച്ഛനെപ്പോ വന്ന്? ഞമ്മളിപ്പ ബന്നി. ഞാൻ കുറെ നാളുകൊണ്ട് നിങ്ങളോട് കാര്യം പറയണമെന്ന് വിചാരിക്കണം. സ്വയം തൊഴിൽ കണ്ടെത്താൻ സർക്കാരിൽ നിന്ന് ലോൺ കൊടുക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമോ നായരെ? നേരോ? പിന്നെ അല്ലാണ്ട് നമ്മുടെ കറവക്കാരൻ വേലായുധനും തുണ്ടിപ്പറമ്പ് ഇസ്മയിലും ആടിനെയും പശുവിനെയും മേടിച്ചത് ലോൺ എടുത്തിട്ടല്ലേ? അതുപോലെ ആനയ്ക്കും കിട്ടുവോ? കിട്ടാണ്ട്? നായരുടെ തൊഴിൽ ആനപ്പണിയല്ലേ? അതെ. ആനക്കാരന് പിന്നെ കോയിനെ കിട്ടിയിട്ട് കാര്യമുണ്ടാ? ഇല്ല. അതിന് ചില പേരൊക്കെ ഉണ്ട്. INTUC IRDP. അത് നമ്മുടെ ബ്ലോക്ക് ഓഫീസിൽ ചോദിച്ചാൽ എല്ലാം മനസ്സിലാവും. എങ്കിൽ നമുക്ക് നാളെ തന്നെ പോവാം. പോകാം. കാതറും കൂടി എന്റെ കൂടെ വരുമോ? ഞമ്മള് വരാൻ നായരെ. എന്താ ബ്ലോക്ക് ഓഫീസിലൊരു തിരക്ക്? കാതറിന്റെ ഒരു പരിചയക്കാരുണ്ടായിരുന്നോണ്ട് എഴുത്തൂത്തൊക്കെ വേഗം നടന്നു. 40,000 രൂപ അവര് ലോൺ തരും. അത് ഗഡുക്കളായിട്ട് അടച്ചു തീർത്താൽ മതി. വീടും പറമ്പും വീടും എടുത്തിട്ടുള്ള ഏർപ്പാടാ. സൂക്ഷിച്ചില്ലെങ്കിൽ കടപ്പാടം കൊണ്ട് സർക്കാർ പോകും. ഓ, നിന്റെ തിരുവായ കൊണ്ടൊന്നും പറയാണ്ടിരുന്നാ മതി. നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴാ അവളുടെ ഒരു അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ? ഒന്നും കാണാതെ അച്ഛൻ ഇറങ്ങി പുറപ്പെടുവോ? ഒന്ന് പറഞ്ഞു കൊടുക്കും മോളെ. ഉത്സവ സീസൺ വന്നാൽ വീട്ടിൽ വരാൻ നേരം കിട്ടില്ല. അത്ര തിരക്കായിരിക്കും. മഴക്കാലത്ത് തടി പിടിപ്പിക്കാൻ പോവാം. രൂപ എന്ന് കിട്ടും. അടുത്ത ഞായറാഴ്ച സർക്കാർ സ്കൂളിൽ വെച്ച് വായ്പാമേള നടത്തുന്നുണ്ട്. അവിടെ വെച്ച് അവർ ഓർഡർ തരും. അതും കൊണ്ട് ബ്ലോക്ക് ഓഫീസ് ചെന്നാൽ അവർ ചെക്ക് തരും. ചെക്കും കൊണ്ട് ബാങ്കിൽ പോണം. 1-2 ദിവസത്തെ അലച്ചിലൊക്കെ ഉണ്ട്. കുറച്ചും കൂടി മോരൊഴിക്കട്ടെ? വേണ്ട, ഒഴിക്കാന്നേ. നിന്റെ ഒരു ആഗ്രഹം ഒഴുക്കി. അവിയല് കൂട്ടൂ? വേണ്ടേ? വേണ്ട.